ഷിജിൻ പറഞ്ഞ പോലെ തന്നെ ഒരു ക്രൈം ത്രില്ലർ സ്റ്റോറിയാണ്. ഷഫീഖ് എന്ന സുഹൃത്താണ് അതിൻ്റെ കഥയും തിരക്കഥ എഴുതിയിട്ടുള്ളത്. നമ്മുടെ കൂടെയുള്ള മേജർ രവി സാറും രാജേഷ് ശർമ്മ സാറും കൂടാതെ വിശാൽ സാഗർ, അബുൽ സലീംക അവരൊക്കെ എത്താമെന്ന് പറഞ്ഞിരുന്നു. പല പല കാരണങ്ങളാൽ അബുൽ സലീംക ഇവിടെ തന്നെ എറണാകുളത്ത് തന്നെ ഒരു ഷൂട്ടിലാണ്. ഇപ്പോൾ ഗെറ്റപ്പൊക്കെ മാറിയതുകൊണ്ട് വന്നിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് വരാൻ പറ്റില്ല. അതുപോലെ വിശാൽ സാഗറിന് ഷൂട്ടിൻ്റെ തിരക്കായിരിക്കാം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ കോഴിക്കോടും പരിസരത്തുമായിട്ടാണ് നമ്മുടെ സിനിമയുടെ ലൊക്കേഷൻ. അതുപോലെ അതിനകത്ത് 3 നായികമാരാണ്, 2 പേരും വിദേശത്താണ്, അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. നിര തിരുവനന്തപുരത്തുള്ളതാണ്. ഇനിയിപ്പോൾ കഥ എന്ന് പറഞ്ഞാൽ ക്രൈം ത്രില്ലറാണ്. ഇപ്പോഴത്തെ സമകാലീന പ്രശ്നം ഡ്രഗ്സ് തന്നെയാണ് ഇതിൻ്റെയും ഒരു ഇതിവൃത്തം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ക്രൈം ത്രില്ലറാണ് നമ്മുടെ ജോണർ. അതുമായിട്ട് ഇതുപോലുള്ളൊരു സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെ വിളിക്കുന്ന സമയത്ത് ആ ക്യാരക്ടർ നോക്കി അത് ജനറലി എപ്പോഴും ഈ പോലീസ് വേഷം അല്ലെങ്കിൽ പട്ടാള വേഷം കുറച്ച് സ്റ്റിഫായിട്ടുള്ളത്. ഇതിനകത്തും എഗെയിൻ യെസ് പോലീസ് ഓഫീസർ ഹു ഇസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദിസ് കേസ്. ഞാൻ അബു സലീമും ഉള്ള ആ ഒരു ടീമിൻ്റെ ആ സസ്പെൻസ് ത്രില്ലർ എന്നുള്ള സോണിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇന്ന് അതിന് വളരെയധികം പ്രസക്തിയുള്ളൊരു കാലം കൂടിയാണ്. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളിൽ പലതും നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ആളുകൾ സിനിമ ചെറിയ ആളുകളെ വെച്ചിട്ട് സിനിമ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കഥ കൊള്ളാൻ കാണാൻ കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം ഓടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമയിൽ ആരും ആർട്ടിസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേജർ ഒരു ആർട്ടിസ്റ്റ് ഒന്നുമല്ല. ബട്ട് ദെൻ യെസ് കിട്ടുന്ന റോള് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഹീറോയിൻ എന്തെങ്കിലും ചെയ്ത് പറയണ്ടേ അവരടുത്ത്? എൻ്റെ പേര് നിത, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഫസ്റ്റ് മൂവിയിൽ തന്നെ നല്ല റോൾ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇത്രയും നല്ല ആക്ടേഴ്സിനെ കൂടി ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷം. പിന്നെ ഈ മൂവിയിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ആനി എന്നാണ്. ഇതിൽ 3 നായികമാരുണ്ട്, അതിലൊരാളാണ് ഞാൻ. എൻ്റെ പേര് ഷഫീഖ് ആരാടെന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഈ കഥ ഒരു പക്ക നാട്ടിൻപുറത്ത് നടക്കുന്നൊരു കഥയാണ്. നാട്ടിൻപുറത്ത് നടക്കുന്നൊരു വ്യത്യസ്ത കൊലപാതകങ്ങൾ അതിൽ നിന്ന് പോകുന്ന അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളും ട്വിസ്റ്റുകളും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നൊരു ലഹരിക്കെതിരെയുള്ളൊരു സിനിമ തന്നെയാണ്. പിന്നെ ബാക്കി ഇവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് പ്രേക്ഷകരെല്ലാവരും ഈ സിനിമ കണ്ടിട്ട് വിജയിപ്പിച്ചു തരണം എന്ന് മാത്രമേ പറയാനുള്ളൂ. നമസ്കാരം. ആദ്യമായിട്ടാണ് ഞാനൊരു മീഡിയാസിൻ്റെ മുന്നിലിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ഡയറക്ടർ സാർ സക്കീർ സാറിനോട് തന്നെയാണ്. ഓഡിഷൻ തൊട്ട് ഓരോ ക്യാരക്ടറിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തന്ന് അത് ചെയ്യിപ്പിച്ചെടുത്തത് അത് മോശമല്ലാത്ത രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. പ്രിവ്യൂ കണ്ടിട്ട് എല്ലാവരും നമ്മളോട് അത്തരത്തിലൊക്കെ സംസാരിച്ചു. പിന്നെ ഇതൊരു ടീം വർക്ക് തന്നെയായിരുന്നു. ഷഫീഖ സ്ക്രിപ്റ്റ് റൈറ്റർ, അതുപോലെ നമ്മളൊക്കെ കീർത്തി ചക്രൊക്കെ കണ്ടിട്ട് അല്ലേ ആകെ കോരിധരിച്ച ഒരു സിനിമയൊക്കെയായിരുന്നു. എൻ്റെ ഡയറക്ടർ മേജർ രവി സാറ്, അതുപോലെ ശർമാജി ഒരുപാട് സിനിമകളിൽ നമ്മളെ അതിശയിപ്പിച്ചിട്ടുണ്ട് പുള്ളിയുടെ ആക്ടിങ്ങൊക്കെ കണ്ടിട്ട്. അതുപോലെ ഇന്ന് വരാൻ പറ്റാതിരുന്ന നിശാന്തേട്ടൻ, അബുക്ക, അതുപോലെ നിർമ്മൽ പാലാഴി, പ്രതിഭേട്ടൻ, ഇവരൊക്കെ നമുക്ക് തന്നൊരു സപ്പോർട്ട് വളരെ വലുതായിരുന്നു. ഇല്ല, നിർമ്മലേട്ടൻ വന്നിട്ടില്ല. അപ്പോൾ ജൂൺ 6 ഇറങ്ങുന്ന ഈ ഒരു ചെറിയ സിനിമ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെ പറഞ്ഞു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്നെപ്പോലെ ഞങ്ങളെപ്പോലെ ഉള്ള കുറച്ച് പുതിയ ആളുകളും ഇതിൽ ക്യാരക്ടർ റോളുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ആത്മാർത്ഥമായ സപ്പോർട്ട് ഈ സിനിമയ്ക്കും ഞങ്ങൾക്കും വേണമെന്ന് ആഗ്രഹിക്കുന്നു. സോ താങ്ക് യു.